നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെറിയ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിച്ചു പറയാവുന്ന മികച്ച ആശയങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ചെറിയ പ്രസംഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസംഗം 1. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നാം എല്ലാവരും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. ലോകത്ത് അന്ധകാരവും അനീതിയും നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ തിരുനബി ജനിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഉറവയായിട്ടാണ് അവിടുന്ന് ജനങ്ങൾക്ക് വഴികാട്ടിയായത്. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പ്രകൃതിയോടും പോലും കരുണ കാണിക്കാനാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നന്മ പ്രവർത്തിക്കുന്നവനും സത്യസന്ധനുമാകുന്നു എന്നതായിരുന്നു തിരുനബിയുടെ സന്ദേശം. ലളിതമായ ജീവിതത്തിലൂടെ വലിയ സന്ദേശങ്ങളാണ് അവിടുന്ന് ലോകത്തിന് നൽകിയത്. പ്രവാചകന്റെ ജീവിതം മാതൃകയാക്കി സത്യസന്ധരും മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുന്ന നല്ല കുട്ടികളായി വളരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രസംഗം 2. സ്നേഹവും ഐക്യവും പഠിപ്പിച്ച തിരുനബി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഏവർക്കും മനോഹരമായ മീലാദ് ആശംസകൾ. പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ കുളിർമയിൽ നാം പ്രവാചകന്റെ ഓർമ്മകൾ പുതുക്കുകയാണ്. ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി. സഹജീവികളോട് അനുകമ്പ കാണിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, മറ്റുള്ളവരോട് പുഞ്ചിരിയോടെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ പുണ്യങ്ങളാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ആരും ഉയർന്നവരോ താഴ്ന്നവരോ അല്ല, എല്ലാവരും സമന്മാരാണെന്ന മഹത്തായ സന്ദേശമാണ് പ്രവാചകൻ ലോകത്തിന് നൽകിയത്. തിരുനബിയുടെ ഈ സ്നേഹവും ഐക്യവും നമ്മളും ജീവിതത്തിൽ പകർത്തണം. എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രസംഗം 3. അയൽവാസിയും പ്രവാചക പാഠവും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അവതരിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന പുണ്യദിനത്തിലാണ് നാം ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനല്ല, മറിച്ച് ചുറ്റുമുള്ളവരെ കണ്ടറിഞ്ഞ് സഹായിക്കാനാണ് തിരുനബി നമ്മെ പഠിപ്പിച്ചത്. പ്രവാചകൻ അരുളി: തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. എത്ര മഹത്തായ സന്ദേശമാണിത്! നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പട്ടിണിയിലാണോ എന്ന് നാം അന്വേഷിക്കണം. പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ളത് പങ്കുവെച്ച് കഴിക്കാനും ഈ പൊന്മാധുരമായ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹവും അനുകമ്പയുമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. നമ്മളും നമ്മുടെ കൂട്ടുകാരോടും അയൽവാസികളോടും സ്നേഹത്തോടെ പെരുമാറണം. വീട്ടിലും സ്കൂളിലും ഉള്ളവരെ സഹായിക്കുന്ന നല്ല കുട്ടികളായി മാറണം. പ്രവാചകന്റെ ഈ മഹത്തായ മാതൃക ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രസംഗം 4. ഉമ്മയുടെ കാൽച്ചുവട്ടിലെ സ്വർഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ പുണ്യവേളയിൽ മാതാപിതാക്കളെക്കുറിച്ച് തിരുനബി നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്.
ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആരെയാണ്? തിരുനബി മറുപടി നൽകി, നിന്റെ ഉമ്മയെ. രണ്ടാമതും മൂന്നാമതും ചോദിച്ചപ്പോഴും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മയെ. നാലാമതാണ് പ്രവാചകൻ നിന്റെ ഉപ്പയെ എന്ന് പറഞ്ഞത്. മറ്റൊരു മനോഹരമായ വചനത്തിലൂടെ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിച്ചു, സ്വർഗം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ്. നമ്മെ 9 മാസം ചുമന്ന് കഷ്ടപ്പാടുകൾ സഹിച്ചു വളർത്തിയവളാണ് നമ്മുടെ ഉമ്മ. നമ്മൾ കരയുമ്പോൾ ഉറങ്ങാതെ നമ്മെ താരാട്ടിയവളാണ് ഉമ്മ. ആ ഉമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സങ്കടപ്പെടുത്താതിരിക്കാനും തിരുനബി നമ്മോട് കൽപ്പിച്ചു. ഉമ്മയുടെ സന്തോഷമാണ് അള്ളാഹുവിൻ്റെ സന്തോഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മൾ 5 നേരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ജീവന് തുല്യം സ്നേഹിക്കണം. അവരെ അനുസരിക്കുന്ന നല്ല മക്കളായി മാറും എന്ന് ഈ പുണ്യദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പ്രവാചകന്റെ ഈ മഹത്തായ മാതൃക ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന 4 പ്രസംഗങ്ങളാണിത്. പ്രസംഗം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രസംഗം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യത്തോടെ പറയാൻ കഴിയും. ശബ്ദത്തിലും ഭാവത്തിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പറയാൻ പരിശീലിപ്പിക്കുക. പ്രവാചക വചനം സദസ്സിനോട് പറയുമ്പോൾ അല്പം ശബ്ദം ഉയർത്തി വ്യക്തമായി പറയാൻ പരിശീലിപ്പിക്കുക. ചിരിച്ച മുഖത്തോടെ സദസ്സിലേക്ക് നോക്കി സംസാരിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ആവർത്തിച്ച് പറയുന്ന ഭാഗത്ത് ശബ്ദത്തിൽ അല്പം ഊന്നൽ നൽകി പറയാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക. പ്രസംഗത്തിലുടനീളം സൗമ്യവും മനോഹരവുമായ മുഖഭാവം നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല രീതിയിൽ പ്രസംഗം പഠിച്ച് പറയാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.